पति ब्रह्मचारी। പക്ഷെ മാപ്പ് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ അവസ്ഥകളെല്ലാം മാറും. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയാ, നീ മാപ്പ് ചോദിക്ക്, എന്നിട്ട് എന്നോടൊപ്പം വാ. അച്ഛാ, അച്ഛന്റെ തീരുമാനം എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഇവരുടെ കയ്യിലെ സ്നേഹമുള്ള സ്വത്ത്. മോളിവിടെ എത്ര കാലം ഉണ്ടാകുമോ അത്രയും കാലം നീ എന്റെ മകളായിരിക്കും. അതിന്റെ മുന്നിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വത്തൊക്കെ വെറും വേസ്റ്റ് ആച്ചാ. നീ ഇന്ന് ചെയ്യുന്ന ഈ തെറ്റുണ്ടല്ലോ മോളെ, അത് തിരുത്താനുള്ള അവസരം പിന്നെ ഒരിക്കലും ഞാൻ തരില്ല. ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിനക്ക് സാധിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തോറ്റ് ശീലമില്ലാത്ത വ്യക്തിയാണ് സൂരജ് ഗുലാബ് സിംഗ്. ഇവളെന്റെ കാലിൽ വീഴുന്ന മാപ്പ് ചോദിക്കുന്ന സാഹചര്യം ഞാൻ ഉണ്ടാക്കും. സാമം, ദാനം, ദണ്ഡം, ഭേദം എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേണ്ട അവസ്ഥയിൽ കൊണ്ട് എത്തിക്കണം അവളെ. ശരി സാർ. നിനക്കൊന്നും നാണമില്ലേ? ഇപ്പോഴീ പാവം പെൺകുട്ടിയെ കയ്യിൽ കെട്ടിയിട്ടിരിക്കാം. എന്തിനാ നിൽക്കുന്നത്? ഞാൻ നിൽക്കില്ല. ഞാൻ ഇവളെ കെട്ടഴിച്ചു വിടാൻ പോവാ. കാരണം ഞാൻ ഇവൾക്ക് വാക്കുകൊടുത്ത സരള ചേട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാന്ന് ഞാൻ വാക്കുകൊടുത്ത. ഇവളെന്റെ മോളാ. ഇവള് നിങ്ങളുടെ മകളാവുന്നത് പിന്നെ അതിനു മുമ്പ് എന്റെ ചുമതലയുണ്ട്. അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. ഇതും തൽക്കാലം അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. അച്ഛാ പ്ലീസ്, ദയവായി എന്റെ ജോലിക്കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ അമ്മയോടെ നിൽക്കാം. വേണ്ട മോനെ, ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോയിക്കോ. ഞാനും കാവ്യമോളും കൂടെ ഇവിടെ നിൽക്കാം. ചെല്ല്. ഇത് ഞാനിവിടെ നിന്നാ പിന്നെ രാവിലെ ജോലിക്ക് എങ്ങനെ പോവും? ഞാനാണെങ്കിൽ ഒരു തയ്യാറെടുപ്പ് എടുത്തിട്ടുമില്ല. അച്ഛാ, ഞാൻ നിൽക്കുമായിരുന്നു, പക്ഷെ നാളെ മുതൽ എൻ്റെ പാർട്ട് ടൈം ജോലി തുടങ്ങുക. അച്ഛാ പ്ലീസ്, ദയവായിട്ട് പോവല്ലെന്ന് പറയല്ല. ഞാൻ പഠിത്തത്തിന്റെ കൂടെ ജോലി മാനേജ് ചെയ്തോളാം, ഉറപ്പാ. അതെ, എനിക്കോട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. രാത്രി മുഴുവൻ ചെറുക്കനെ പഠിപ്പിക്കണം, രാവിലെ ചെന്ന് കട തുറക്കണം, ഇഷ്ടം പോലെ പണികളാ. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ചിറ്റപ്പ, ചിറ്റപ്പന്റെ കൂടെ ഞാൻ നിൽക്കാം. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ എങ്ങനെ ശ്രമിച്ചാലുണ്ടല്ലോ, മര്യാദയ്ക്ക് മുതലാളിയോട് മാപ്പ് ചോദിക്കും. എന്നാ ഞാൻ വിടാം. ഞാൻ നിങ്ങളെ വിടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. സാറിനോട് മാപ്പ് ചോദിക്കും, എന്നിട്ട് ഗുലാബ് കുടുംബത്തിലേക്ക് തിരിച്ചു പോവുക. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. എങ്ങോട്ടാടാ? അതെ, എനിക്ക് കുറച്ച് ഡോക്യുമെന്റ്സിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാനുണ്ട്. ഞാൻ പോയി എടുത്തിട്ട് വരാം.
അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ, എന്റെ തല ചേട്ടത്തി. പോയി. എന്താ വീട് എന്നെ വിടാനല്ലേ പറഞ്ഞ അയ്യോ, എന്നെ വിടാനാ പറഞ്ഞ പ്രിയ ഓടിക്കരുത്, ഒന്ന് വേഗം വാ, ഇവളൊന്ന് പിടിച്ചിട്ട് എന്നെ സഹായിക്കും. അല്ല എന്താ ഇതൊക്കെ എന്തിനാ ഇവരിങ്ങനെ ഇവള് കെട്ടിയിടുന്നത് കൊട്ടാരത്തിൽ കഴിഞ്ഞതാണോ അതോ തൊഴുത്തിൽ കഴിഞ്ഞതാണോ? നോക്ക്, രാവിലെ എത്ര വൃത്തിയാക്കിയിട്ട് പോയതാ, ഒക്കെ നാശമാക്കി. കണ്ടില്ലേ? എന്റെ ഏടത്തി അതൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം. എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. ഇതൊക്കെ ശരിയാണ്. നിക്ക് അവിടെ. മര്യാദയ്ക്കൊരു സഹായം ചെയ്യില്ല. വീട് നശിപ്പിക്കുന്നതിനുള്ള മുമ്പില്ല. മര്യാദയ്ക്കുള്ള പിടിച്ച് കെട്ടിയില്ല. ഇവളെന്താ കാട്ടുപൂച്ചയോ? എന്റെ കൈയൊക്കെ മാന്തി പൊളിച്ചു ഇവള്. ഇവളെ ഞാൻ ഇവളെ എന്നെ ഒഴിച്ചു വിടാൻ നിങ്ങളിങ്ങനെ കെട്ടിയിടുന്ന വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. സാറിനോട് മാപ്പ് ചോദിക്കണം, അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഞാൻ എന്താ ചെയ്യേണ്ടത് നീ അല്ല എന്നെ പഠിപ്പിക്കണ്ടേ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും, മനസ്സിലായോ? എന്ന് വെച്ചാ ഇവൾ ഇവിടുന്ന് പോവൂലെന്ന്. നമ്മുടെ തലേ കയറി ഡിസ്കോ ഡാൻസ് കളിക്കുമെന്ന്. റിയാ, കണ്ടല്ലോ നിന്റെ ചേട്ടത്തിയെ. ഇവളിനി എന്തൊക്കെ പുകിലാണോ എന്തോ കാണിക്കുന്നത്. എനിക്കാണേ കുപ്പി വന്ന് തലയിൽ തട്ടിയ പിന്നെ എല്ലാം 2-3 കൈയെ കാണണേ. തലയും കറങ്ങുന്നു. ചേട്ടത്തി, അതെ ഒരു മിനിറ്റ്, ഇവരുടെ കാര്യം നിക്കട്ടെ. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ, നമുക്കാദ്യം ഈ തലയുടെ കാര്യം ശരിയാക്കാം. ഇവിടെ വിടരുത് കേട്ടോ. അതൊന്നും ചേട്ടൻ വിടില്ല. വാ. ടൗണിലെ ഒരു അമ്പലത്തിലെയും ഒരു കാണിക്കവഞ്ചിയും ഒരിക്കലും ഒഴിഞ്ഞിരിക്കാൻ പാടില്ല, മനസ്സിലായോ? ഒരു പ്രസാദത്തിനും ഒരു കുറവും ഉണ്ടാവരുത്. നീ അച്ഛനാവാൻ പോവാടാ മോനെ, ഞാൻ മുത്തച്ഛനും. അതുകൊണ്ട് നീ വിശാലമായിട്ട് ദാനം ചെയ്യ. ഗുലാബ് സിംഗിന്റെ വംശം വലുതായിക്കൊണ്ടിരിക്കുക. അച്ഛ, പക്ഷേ ഉം. വംശം മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കണ്ടേ? എന്റെ ഗർഭത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. നീ എന്താ പറഞ്ഞത്? ഇവിടെ ഇത്രയും ദിവസമായിട്ട് നീയൊക്കെ ഇവിടത്തെ വക്കീലടാ. നിന്റെ ഭാര്യ ഇത്രയും ദിവസം ഞങ്ങളോടൊക്കെ കള്ളം പറഞ്ഞിട്ട് നിനക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നമ്മുടെയൊക്കെ പ്രതീക്ഷ തകർത്തുകൊണ്ട് പാപോ ഇവിടെ ചെയ്തിരിക്കുന്നേ. ഇതിന്റെ ശിക്ഷ ഇവിടെ അനുഭവിച്ചേ തീരും. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ ഇവളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇന്നു മുതൽ ഇവളുടെ നിഴല് പോലും ഗുലാബ് സിംഗിന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് പതിച്ചു പോകരുത്. ഇവളെ വീട്ടിൽ നിന്നും പുറത്താക്ക്, ഇപ്പോൾ തന്നെ, വേഗം. പക്ഷേ അച്ഛാ, അതെ, ഇറങ്ങിക്കൂടുന്ന അനുരാഗ്, അരുത്, അരുത്. ഞാൻ പറയട്ടെ. മുത്തശ്ശി, 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 പ്ലീസ് വേണ്ടെന്ന് പറയും മുത്തശ്ശി. ഇങ്ങനൊരു പെണ്ണിനെ കൊണ്ട് ഇവിടെ എന്ത് കാര്യം? കുടുംബത്തിന് അവകാശം തരാൻ പറ്റാത്ത ഇവളെന്തിനാ ഇവിടെ? ഇല്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ രാവിലെ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്ന സമയം. എഴുന്നേക്ക്. ഇനിയിപ്പോ സൗകര്യമായിട്ട് ഉറങ്ങണമെന്നാണെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് സോറി പറയൂ, എന്നിട്ട് നിങ്ങളുടെ രാജകൊട്ടാരത്തിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കും. ഞാൻ മാപ്പ് ചോദിക്കുന്നുള്ള മോഹം കൈ വെച്ചാ മതി. മാപ്പ് എന്തായാലും ചോദിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഫോണൊന്ന് കൈക്കലാക്കണം, പിന്നെ കാണിച്ചു തരാം. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് വേവുക. ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് സഹായിക്കേ? പ്രിയ,
റിയ വന്നേ. സോറി ചേട്ടത്തി, ഇന്ന് എന്റെ ജോലിയുടെ ആദ്യത്തെ ദിവസം എനിക്ക് പെട്ടെന്ന് തന്നെ പോണം. ഞാൻ ചേട്ടത്തിയെ സഹായിക്കാൻ റിയെ പറഞ്ഞുവിടാം, പോരെ? റിയെ പറഞ്ഞയക്കാന്ന്. റിയ, ഒക്കെ കണക്ക് തന്നെ, ഒന്നിനെയും കാണില്ല. എല്ലാത്തിനും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ വിധി. എന്റെ കൈ ഒന്ന് അഴിച്ചുവിട്, എനിക്ക് വിശക്കുന്നുണ്ട്. ആ ശരി, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. മാപ്പ് ചോദിക്കുന്നതിന് മുമ്പ് ചുമ്മാ വിശന്ന് ചാവേണ്ട അവസ്ഥ വരണ്ട. എന്തു പറ്റി മോളെ? നീ എന്താ ഇങ്ങനെ വിയർത്തിരിക്കുന്നേ? നോക്ക്, ഈ കുടുംബത്തിന് അനന്തരവാശിയാ നിന്റെ വയറ്റിലുള്ളത്. ആരോഗ്യം ശ്രദ്ധിക്കുക. ചെല്ല, പോയി റെസ്റ്റ് എടുക്ക. ചെല്ല അനുരാഗ്. ലക്ഷ്മി ഒന്ന് സൂക്ഷിക്കേ. വാ. നിക്ക് ഒരു മിനിറ്റ്, ഞാൻ എടുക്കാം. വാ. ഇവൾക്ക് മുളവിന്റെ എരിവ് സഹിക്കാൻ പറ്റില്ലെന്നാ വല്യമ്മ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് കൊടുത്താൽ അവളെ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് പോയിക്കോളും. എന്നിട്ട് അവൾ സാറിന്റെ കാലിലൂടെ മാപ്പ് ചോദിക്കുകയും ചെയ്യും. കഴിക്ക. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഇത്രയും നേരം വിശക്കുന്നു വിശക്കുന്നു എന്നായിരുന്നല്ലോ പരാതി. ഇപ്പൊ മുമ്പിൽ കൊണ്ടുവച്ചപ്പോ കഴിക്കാൻ വയ്യേ? ഇനി മരിക്കാൻ വല്ല പരിപാടിയുണ്ടോ? കഴിക്ക. കഴിക്ക. ഇവന്റെ ശ്രദ്ധ തെറ്റിച്ച ഫോൺ കൈക്കലക്കേ പറ്റൂ. എന്ത് വൃത്തിയോടെ കാണിച്ചേ? ഒരാളുടെ മുഖത്തോട്ടാണ് തുപ്പുന്നേ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. പിന്നെ നീ എന്തിനാ ഇത്ര എരിവ് തന്നെ? പോയി വേറെ എടുത്തോണ്ട് വാ, പോ. ഏയ് ഹലോ ഹലോ രാജകുമാരി, ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു സമയത്ത് ഒരൊറ്റ ഭക്ഷണം ഉണ്ടാക്കൂ, മനസ്സിലായോ? അതാണെങ്കിൽ നിങ്ങൾ തുപ്പി നാശമാക്കി കളയും ചെയ്തു. ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനോട് സോറി പറ, എന്നിട്ട് വീട്ടിലേക്ക് പോയി, എന്നിട്ട് എന്താന്ന് വെച്ചാൽ കഴിച്ചോ. അതിപ്പോ നീ നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീയും അദ്ദേഹത്തോട് പോയി മാപ്പ് ചോദിക്ക. എന്നിട്ട് ഈ ഗുണ്ട പണിയൊക്കെ ഒന്ന് നിർത്താം. നിനക്ക് എന്തായാലും മാപ്പ് ചോദിക്കാൻ ഒരു കാരണമെങ്കിലും ഉണ്ടല്ലോ. എന്റെ വീടിനെ കുറിച്ചും എന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല, മനസ്സിലായോ? എന്നാൽ നിനക്കും എന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ ഒരു അത് അവകാശവും ശരി. ഈ ബുദ്ധിമുട്ട് നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്താണ് മാഡം. കൊട്ടാരത്തിൽ നിന്ന് നേരെ കുടിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ടാണ് തോന്നുന്നല്ലേ? AC കാറിന്റെ ഗ്ലാസ് കുറച്ച് താഴ്ത്തി കഴിഞ്ഞാ അപ്പൊ നിങ്ങൾ ലോകം വേറെ രീതിയിലാണ് കാണുന്നത്. ഈ പുറത്ത് ചുട്ടുപൊള്ളുന്ന ഈ വെയിലുണ്ടല്ലോ, അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനെ ഇളക്കി കളയും. വെള്ളം പൈപ്പ് വെള്ളം പോലും കുടിക്കാത്ത ആളല്ലേ? പിന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ നടക്കാൻ പോകുന്നത്? ഞങ്ങളൊക്കെ വളരെ പാവങ്ങളാ മാഡം.
നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. മുതലാളിയോട് മാപ്പ് ചോദിക്കാൻ നിങ്ങൾ ഇനി എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. മാത്രമല്ല എന്റെ കുടുംബം ഇവിടെ ബുദ്ധിമുട്ടേണ്ടി വരും. മനസ്സിലായോ? ഇത് വീടാണോ അതോ കൊട്ടാരമാണോ? ആ നിങ്ങളാരാ? അത് ഞാനിവിടെ കെയർടേക്കറിന്റെ ജോലിക്ക് വേണ്ടി വന്നതാ. ആഹാ ആയിരിക്കൂ. ഞാൻ ആരോ മോനെ വിളിക്കാം. ഉം. ആ അവിടെ. താങ്ക് യു. ഈശയെടുത്ത് ഇവിടെയായിരുന്നോ താമസിച്ചിരുന്നത്? അയ്യോ, ഒരു സാധനം ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് മാറ്റുന്നതാ ബുദ്ധി. തല്ലിപ്പൊളി സാധനങ്ങൾ എപ്പോഴും മെനക്കെടുത്തേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. How dare she? ഇവളെന്നെ കളിയാക്കാണോ? ഇതാണ് ഞങ്ങളുടെ ആരോ മോൻ. ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഹലോ സർ, ഞാൻ കാവ്യ. അപ്പൊ എവിടുന്ന തുടങ്ങേണ്ടത്? ഐ മീൻ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എന്റെ ബ്ലൂ സോക്സ് കാണുന്നില്ല, അതൊന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യേ. ഇതെന്ത് മനുഷ്യനാ? സോക്സ് തരാനാണോ ഞാൻ വന്നേ? എന്നെ ഇവിടെ കെട്ടിയിടാൻ ഞാനല്ല പറഞ്ഞേ, നീയാ തീരുമാനിച്ചെ. എന്നെ കൊണ്ട് മാപ്പ് പറയിച്ച് എന്റെ അച്ഛന്റെ മുന്നിൽ ഹീറോ ആവാനാ തീരുമാനം അല്ലേ? അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ പട്ടിണിക്കാരനാ, ദാരിദ്ര്യവാസിയെന്നുള്ള നാട്യമൊന്നും എന്റെ മുന്നിൽ വേണ്ട. നാടകോ? ഇതൊക്കെ നാടകമായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ദാരിദ്ര്യവും ഗതികേടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ? ഒരു പെൺകുട്ടി ആവാന്ന് വെച്ചാ എന്താന്ന് നിനക്കറിയോ? വേണ്ടപ്പെട്ടവരുടെ വഞ്ചന എന്താന്ന് നിനക്കറിയോ? പട്ടിണിയാണെങ്കിലും അവന്റെ സന്തോഷം ആരും തട്ടിപ്പറിക്കൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ടിരിക്കുക. എന്ത് വന്നാലും മാപ്പ് ചോദിക്കില്ല എന്നുള്ള വാശിയില്ല. അസല് മുതലാളിയെ പോലെ തന്നെ. എന്തായാലും ഇവൾക്ക് എന്തായാലും മാപ്പ് ചോദിക്കേണ്ടി വരും. എന്താ സുരേട്ടാ, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, നിങ്ങളാണ് ഈ ഫോൺ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോൺ കട്ട് ചെയ്യുന്നു. നിനക്ക് എന്താ വട്ടുണ്ട്? എന്റെ ഫോൺ ചേടാ. അയ്യോ, ഹലോ, പോലീസ് കൺട്രോൾ റൂം, പറയൂ, ആരാണ്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നെ ഒരാൾ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ പോലീസിനെ വിളിച്ചു അല്ലേ? അതെ, മാത്രമല്ല നീ എന്നെ ഇവിടെ ബലമായി കെട്ടി വെച്ചിരിക്കാന്ന് ഞാൻ പറഞ്ഞു.
ഇനിയിപ്പോ അവര് ഉടനെ ഇവിടെ എത്തും, നിന്റെ ഈ വീട്ടിലേക്ക്. ആഹാ ആഹാ കൊള്ളാം, അസലായി. മഹാരാജാവ് രാത്രി പോലീസ് സ്റ്റേഷനിൽ അഴിച്ചുകൂട്ടിയിട്ട് വന്നിരിക്കുക. അതിന് ആദ്യം ആരതി കുടിയിട്ടല്ലേ? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. അനിയൻ ഇനി വീണ്ടും തുടങ്ങല്ലേ. പാവം കുട്ടി, അവൻ ഭക്ഷണമെങ്കിലും കഴിക്കട്ടെ. അതെ 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 അതെ, കഴിച്ചോട്ടെ കഴിച്ചോട്ടെ. ആരാ വേണ്ടെന്ന് പറഞ്ഞേ? എന്തായാലും ഭാഗ്യമുള്ളത് കൊണ്ടാ പോലീസ് ഇവിടുന്ന് വലിച്ചിഴച്ചോണ്ട് പോകാത്തത്. പക്ഷേ നിങ്ങൾ കണ്ടോ ചേട്ടത്തി, ഒരു ദിവസം ഈ റെക്കോർഡ് മുഴുവൻ തകർത്തെറിയും. അന്ന് പോലീസ് നമ്മുടെ വീട്ടുവാതിൽക്കലെത്തും, നമ്മളെല്ലാം തല കുനിച്ച് നിൽക്കുകയും ചെയ്യും. അയ്യോ അയ്യോ അയ്യോ, നിങ്ങൾ എന്തായി ചെയ്തു വെച്ചത്? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ? ഇവിടെ ഈ വീട്ടിൽ പോലീസ് എങ്ങനെ കയറി വന്ന അച്ഛൻ എന്തുമാത്രം വിഷമമുണ്ടാവും അപ്പൊ എനിക്ക് നിനക്ക് വയ്യ. എന്തെങ്കിലും ബോധമുണ്ടോ? ഈ ബലമായി കെട്ടിയ താലി കൊണ്ട് എന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന മുറിവ് എന്താന്ന് നീ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ബ്രഹ്മചാരിയായ ഗുണ്ടേ, കള്ളത്തിനെ കുറെ കാലം കർട്ടന്റെ പുറകിൽ മറയ്ക്കാൻ സാധിക്കില്ല. ഇനി നീ തയ്യാറായിക്കോ, പോലീസ് ഉടനെ തന്നെ ഇവിടെ എത്തും. ഇന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നെന്ന് അവരോട് നീ പറഞ്ഞേ പറ്റൂ. ഈ പ്രശ്നത്തിലെല്ലാം മെയിൻ കാരണം നിങ്ങൾ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഞാൻ എന്നെങ്കിലും പറ്റി പിടിതെറിയാൻ പോവാ. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയേ പറ്റൂ. അത് ഇപ്പൊ തന്നെ, ഈ നിമിഷം. ഇനി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഇത് ആരുടെ വീട്ടിലേക്കാ പോലീസ് വന്നിരിക്കുന്നത്? അറിയില്ല, എന്താണോ? ഇവിടെ ഏതെങ്കിലും പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? പറയൂ. ആഹാ, നീ ഇവിടുത്തുകാരനാണോ? അതെ, ആകെ കൂടെ ഒരു തീപ്പെട്ടിക്കൂട് പോലുള്ള സ്ഥലം. ഒരു വീട്ടിൽ സ്വകാര്യം പറഞ്ഞാൽ തന്നെ അടുത്ത വീട്ടിൽ കേൾക്കും. അങ്ങനെ ഒരു പെൺകുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും അറിയാതിരിക്കാൻ പറ്റുമോ? ഉറപ്പായി നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം. കോൾ ഇവിടുന്നാണല്ലോ വന്നേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇവനെ തപ്പിയാ പോലീസ് വന്നത്. മാസത്തിൽ 15 ദിവസം കോടതിയിലും സ്റ്റേഷനിലൊക്കെ ആണല്ലോ. പോലീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവ എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടാവും. അടിയും കത്തിക്കുത്തുമല്ലേ പണി. തെരുവിൽ ഒരു ഗുണ്ടയുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ. ഇവൻ സ്വന്തം ദതയുടെ അവശേഷിക്കുന്ന അഭിമാനം കൂടെ ഇല്ലാതാക്കി. ഇൻസ്പെക്ടർ സാറേ, കിഡ്നാപ്പിംഗ് ആരോ നടത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം.